എന്നാൽ നമുക്ക് കപ്പയെന്ന് മാന്തി ഒരു കിഴങ്ങ് കപ്പെടുക്കാം. മാന്തി നോക്കട്ടെ. വേവ് എന്തോന്നറിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോഴത്തെ കപ്പയല്ല, പഴയ കപ്പയാണ്. അതുകൊണ്ട് വേവോന്നറിയില്ല. ഏതായാലും നമുക്കൊരു കിഴങ്ങെടുക്കാം. അയ്യോ, അതും വലിയൊരു കിഴങ്ങാട്ടോ, കുഞ്ഞു കിഴങ്ങൊന്നുമല്ല. ഒരു കൊത്തൊക്കെ കിട്ടി. എന്നാലും നമുക്കതിനെ പറിച്ചെടുക്കാം. ഇത് മതി. നല്ലൊരു മുട്ടൻ കിഴങ്ങ. ഇനി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ. ഇത് മതി. ഇതുകൊണ്ട് നമുക്കൊരു കൂട്ടാൻ. ഇതാ പുതിയ കപ്പ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ കപ്പയൊന്നുമല്ല, പഴയ കപ്പയാണ്. അപ്പം നമുക്ക് നല്ലോണം വേവിച്ച് നോക്കാം. വേവുമോയെന്ന് അറിയില്ല. ഞാനൊന്ന് വേവിച്ച് നോക്കട്ടെ കേട്ടോ. നമ്മൾ കപ്പയൊക്കെ തൊലി കളഞ്ഞെടുത്തപ്പം കപ്പ കുറച്ചേ ഉള്ളൂ. കപ്പയ്ക്ക് അങ്ങനെ പറയില്ലേ, കപ്പയ്ക്ക് കുട്ടി ഉണ്ടായി പറയില്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിയൊരു മുട്ടി കഷ്ണം പോലെ, അത് കുറേ ഉണ്ട്. നമുക്കിത് മതി കേട്ടോ. ഇതിനെന്താ പറയുക ശരിക്ക്? നമ്മളിവിടെയൊക്കെ പറയും കപ്പയ്ക്ക് കുട്ടി ഉണ്ടായി എന്ന്, ഒരു മുട്ടി കഷ്ണം മാതിരി ഉണ്ടാവണത്. നമ്മളെ കപ്പയൊക്കെ സൂപ്പറായി വെന്തു കേട്ടോ. നമുക്ക് തോന്നിയതാ കപ്പ വേവില്ല എന്നൊക്കെ. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇന്ന് തൃപ്രയാർ ഏകാദശിയാണ്. അപ്പം ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ കപ്പയും ചേമ്പും താളും കൂട്ടാനും റവ ഉപ്പുമാവും. കഴിച്ച് നോക്കാം.